പൊതുവെ ചെടികളിൽ നിന്നാണ് നാര് നമുക്ക് കിട്ടുന്നത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലപ്പച്ചക്കറികൾ, പയറ് മുതലായ ആഹാരങ്ങൾ നന്നായി ഉൾപ്പെടുത്താൻ ഡെയിലി ഒരു 2.5 ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കാനും ആണ് ആദ്യമായി നമ്മൾ പൊതുവെ രോഗികളോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ അനൂപാണ്. ഭാര്യക്ക് 47 വയസ്സായി. ശോധന ഒരു TV ഞാൻ അത്യാവശ്യമില്ല, ഫോണിൽ കൂടെ എനിക്ക് കേൾക്കുള്ളൂ. ശോധന തീരെ കുറവായിട്ടും ചില സമയത്ത് മുരിങ്ങയില അങ്ങനെ എന്തോ കഴിച്ചാല് ഉണ്ടാവും. പക്ഷെ പൊതുവെ വയറിനൊരു കനവും ഇങ്ങനെയാണ് തുറന്നു പോയത്. ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോ എന്താണ് സാർ അതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പൊ എങ്ങനെയാ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ടിവിയിലാവുമ്പോ ചോദിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ടാവും. കാര്യം മനസ്സിലായി. താങ്കൾക്ക് മലശോധന ശരിയായി പോകുന്നില്ല. കുറച്ച് കാലമായി. എത്ര കാലമായിട്ടുണ്ടാകും? ഭാര്യക്കാണ് പിന്നെ അവര് 12 കൊല്ലത്തിനും പുറത്തായി. 12 വർഷമായി മലശോധന അനുഭവമുണ്ട്. മലത്തിൽ കൂടി പഴുപ്പോ രക്തമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല ഇല്ല. വേദന വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ? പോകുന്നത് വളരെ ഉറച്ചിട്ടാണ്. വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല. വയറ് ഉയർത്തിരിക്കുന്നതായിട്ട് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. വളരെ ഉറച്ചിട്ട് പോണത് തന്നെ വളരെ ഇക്കാലം അത്രയും വളരെ ഉറപ്പായിട്ടാണ് പോണത്. ബുദ്ധിമുട്ടുണ്ട്. സാധാരണഗതിയിൽ മലശോധനയ്ക്ക് നമ്മൾ ആദ്യം പറയുന്നത് മലം, ഒരു സാധാരണ മനുഷ്യന് മലശോധന വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ ആഴ്ചയിൽ 3 തവണ മുതൽ ദിവസത്തിൽ 3 തവണ വരെ കണക്ക്. ഏകദേശം ആഴ്ചയിൽ 3 മുതൽ ആഴ്ചയിൽ 21 തവണ വരെ ഒരു വലിയ ഇന്റർവെലിനെ നോർമലായി കണക്കാക്കാറുണ്ട്. ഇതിനുള്ളിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ചികിത്സ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. സാധാരണ അതിൽ ഏത് മലശോധനയുടെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വെള്ളം നന്നായി കുടിക്കുക. മലം നന്നായി പോകണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ നാരിന്റെ അംശം നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. പൊതുവെ ചെടികളിൽ നിന്നാണ് നാര് നമുക്ക് കിട്ടുന്നത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലപ്പച്ചക്കറികൾ, പയറ് മുതലായ ആഹാരങ്ങൾ നന്നായി ഉൾപ്പെടുത്താൻ ഡെയിലി ഒരു 2.5 ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കാനും ആണ് ആദ്യമായി നമ്മൾ പൊതുവെ രോഗികളോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നെ എന്തും പോലെ ഇതും ഒരു ശീലം തന്നെയാണ്. കൃത്യമായി ഒരേ സമയത്ത് പോകാൻ ശ്രമിക്കുക. ഇത് രണ്ടാമതായി സജസ്റ്റ് ചെയ്യുന്നത്. ഇവ ഫലപ്രദമല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മലത്തിന്റെ കട്ടി കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. എന്നാൽ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേസിക്കലി ആദ്യം ആവശ്യപ്പെടുന്നത് അത്യാവശ്യം ബ്ലഡ് ടെസ്റ്റുകളും വയറിന്റെ ഒരു സ്കാനുമാണ്, അൾട്രാസൗണ്ട് സ്കാനുമാണ്. എന്നാൽ അതിൽ പ്രശ്നങ്ങൾ കാണുന്നില്ല, ബുദ്ധിമുട്ടുകൾ വളരെയധികം തോന്നുന്നുണ്ടെങ്കിൽ മരുന്ന് കുടിച്ച് വയറിളക്കിയതിന് ശേഷം കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, അതായത് മലദ്വാരം വഴി ഒരു ട്യൂബ് കടത്തി ഉള്ളിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, മുഴകൾ വല്ലതും ഉണ്ടോ എന്നുള്ള കാരണങ്ങൾ കണ്ടെത്താൻ പറയാറുണ്ട്. പക്ഷെ താങ്കളെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാര്യം രോഗം തുടങ്ങിയിട്ട് ഏകദേശം 12 വർഷമായി. അപ്പൊ അങ്ങനെ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കോഴിക്കോടാണ് സ്ഥലമെങ്കിൽ അവിടെ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഗുരുതരമായുള്ള രോഗങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിക്കാതെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും.